രാഷ്ട്രീയത്തിലെ പതിവ് ബഹളങ്ങൾക്കും ചർച്ചകൾക്കുമപ്പുറം നമുക്ക് പൂഞ്ഞാറിന്റെ യഥാർത്ഥ ഹൃദയത്തിലേക്ക് ഒന്നു നോക്കാം. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിശകലനമല്ല, മറിച്ച് ഡേറ്റയുടെ വെളിച്ചത്തിൽ ഇവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ്. നമ്മുടെ ഈ യാത്ര 6 ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം നമ്മൾ പൂഞ്ഞാറിന്റെ മണ്ണിനെ അറിയും, പിന്നെ അവിടുത്തെ ജനവിധിയുടെ കണക്കുകൾ പരിശോധിക്കും, അതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തും, ഒരു പുതിയ ഭരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും, വിജയത്തിലേക്കുള്ള വഴി ചർച്ച ചെയ്യും, അവസാനം എന്തായിരിക്കണം യഥാർത്ഥ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കും. ശരി, നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ തന്ത്രവും തുടങ്ങേണ്ടത് ആ നാടിന്റെ മണ്ണറിഞ്ഞുകൊണ്ടാണ്, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം തൊട്ടറിഞ്ഞുകൊണ്ട്. പൂഞ്ഞാറിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂഞ്ഞാറിന്റെ ഭൂമിശാസ്ത്രം നോക്കൂ. തീരദേശമില്ലാത്ത പൂർണ്ണമായും ഉൾനാടൻ ഒരു പ്രദേശം. സമതലങ്ങളിൽ നിന്ന് തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ ഉയരങ്ങളിലേക്കു പോകുന്ന മനോഹരമായ ഭൂപ്രകൃതി. പക്ഷേ ഈ സൗന്ദര്യത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ഈ മലഞ്ചെരിവുകൾ എപ്പോഴും ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണിയിലാണ്. ഇനി ഇവിടത്തെ സാമൂഹിക ഘടന നോക്കാം. വളരെ സങ്കീർണമാണിത്. സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ട്. അതേസമയം ഈരാറ്റുപേട്ട പോലുള്ള കേന്ദ്രങ്ങളിൽ മുസ്ലിം ജനവിഭാഗം നിർണായക ശക്തിയാണ്. ഈഴവ, നായർ വിഭാഗങ്ങൾ ഹിന്ദു വോട്ടുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, ഒപ്പം പട്ടികജാതി വർഗ വിഭാഗങ്ങളും. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയിക്കാൻ സാധിക്കില്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനം അനിവാര്യമാണ്. രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ഒരു സാധാരണക്കാരന്റെ നെഞ്ചില് തീ എന്താണ്? പലയിടത്തും കുടിവെള്ളം ഒരു സ്വപ്നമാണ്. വിലക്കയറ്റം കാരണം സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് ആകെ താളം തെറ്റുന്നു. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ചെറുപ്പക്കാർക്ക് എന്തു ചെയ്യണമെന്നറിയില്ല, തൊഴിലില്ല. മലയോരങ്ങളിലെ റോഡുകളോ പറയുകയേ വേണ്ട. ഇതിനെല്ലാം പുറമെയാണ് രാത്രിയാവുമ്പോൾ കൃഷിയിടം നശിപ്പിക്കാനെത്തുന്ന കാട്ടുമൃഗങ്ങൾ. ഈ പ്രശ്നങ്ങളാണ്, ഈ ആശങ്കകളാണ് ഇവിടത്തെ ജനവിധിയെ ശരിക്കും സ്വാധീനിക്കുന്നത്. അപ്പോ ഈ പശ്ചാത്തലത്തിലെ നമുക്ക് കണക്കുകളിലേക്ക് വരാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ അക്കങ്ങൾ നമ്മളോട് എന്താണ് ശരിക്കും പറയുന്നത്? അതിലെന്ത് സന്ദേശമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ ചാർട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് ശതമാനം കുറഞ്ഞു വരികയാണ്. 2011 50% മുകളിലുണ്ടായിരുന്നത് 2021 ആയപ്പോഴേക്കും 42% താഴെയായി. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഒരു മുന്നണിക്കും പൂഞ്ഞാറിൽ സ്ഥിരമായ ഒരു ആധിപത്യമില്ല. ജനവിധി ഓരോ തവണയും കൂടുതൽ ദുർബലമാവുകയാണ്, പ്രവചിക്കാൻ കൂടുതൽ പ്രയാസമാവുകയാണ്. ഇതിനോട് ചേർത്തുവെച്ച് വായിക്കേണ്ട ഒന്നാണ് പോളിംഗ് ശതമാനത്തിലെ ഈ ഇടിവ്. 2014 നിന്ന് 2021 എത്തിയപ്പോൾ വോട്ട് ചെയ്യാൻ വന്നവരുടെ എണ്ണത്തിൽ ഏകദേശം 5% കുറവ്. ഇത് വെറുമൊരു കണക്കല്ല. രാഷ്ട്രീയ സംവിധാനത്തോട് മൊത്തത്തിൽ ഒരുതരം മടുപ്പ് അല്ലെങ്കിൽ ഒരു അകൽച്ച ജനങ്ങൾക്കിടയിൽ വളരുന്നതിന്റെ സൂചനയാണിത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം നിരാശരാകുന്നത്? ഇതിന്റെ എല്ലാം മൂലകാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വികസനത്തിലെ വിടവ്. അതായത്, തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധാരണക്കാരന് കിട്ടാത്ത കുടിവെള്ളവും നല്ല റോഡും തമ്മിലുള്ള വലിയൊരകലം. ഈ വിടവ് കൂടുന്നതനുസരിച്ച് ജനങ്ങളുടെ വിശ്വാസം കുറയും, ഏതു പാർട്ടി ഭരിച്ചാലും അവരുടെ ദേഷ്യം കൂടും. ഇതാണ് പൂഞ്ഞാറിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ യഥാർത്ഥ എഞ്ചിൻ. ഓക്കെ, ഈ വിടവ് എന്തുകൊണ്ടുണ്ടാകുന്നു? നമുക്ക് വ്യക്തികളെയും പാർട്ടികളെയും മാറ്റി നിർത്തി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കാരണങ്ങളിലേക്ക്, സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നോക്കാം. പ്രധാനമായും 3 ഘടകങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്. 1. സമുദായങ്ങളെ തമ്മിലകറ്റുന്ന അപകടകരമായ ധ്രുവീകരണം. 2. വിലക്കയറ്റവും ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവ് കുറഞ്ഞതും കാരണം ഓരോ വീട്ടിലുമുണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കം. 3. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ്. ആളുകൾക്കിപ്പോൾ വേണ്ടത് താൽക്കാലിക സഹായങ്ങളോ സൗജന്യങ്ങളോ അല്ല. അവർക്ക് വേണ്ടത് സ്ഥിരമായ വരുമാനമാണ്, നല്ല തൊഴിലാണ്, അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യമാണ്. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു മൂല്യമുണ്ട്. പൊതുവേദികളിലെ സംഭാഷണങ്ങൾ ഉത്തരവാദിത്തമുള്ളതായിരിക്കണം. അത് ആളുകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാവരുത്. സമൂഹത്തെ വിഭജിക്കുന്നതിനു പകരം ഒരുമിപ്പിക്കുന്നതായിരിക്കണം. കാരണം വിഭജിച്ച് ഭരിക്കുന്നതിലൂടെ ഒരു നാടിനും മുന്നോട്ടു പോകാൻ സാധിക്കില്ല. നോക്കൂ, പൂഞ്ഞാറിലെ പ്രശ്നങ്ങൾക്ക് വൺ സൈസ് ഫിറ്റ്സ് ഓൾ പരിഹാരമില്ലെന്ന് ഈ ഭൂപടം വ്യക്തമാക്കുന്നു. ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്.
ഈരാറ്റുപേട്ടയിൽ കുടിവെള്ളമാണ് പ്രധാന പ്രശ്നമെങ്കിൽ കൂട്ടിക്കല്ലിൽ അത് ഉരുൾപൊട്ടൽ ഭീഷണിയും വന്യജീവി ആക്രമണവുമാണ്. തെക്കേക്കരയിലെ ആശുപത്രിയിൽ ടെക്നീഷ്യൻ ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ മുണ്ടക്കയത്ത് അത് പുഴിഞ്ഞുകിടക്കുന്ന ബസ് സ്റ്റാൻഡാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിതാണ്, ഓരോ പ്രാദേശിക പ്രശ്നത്തിനും പ്രാദേശികമായ പരിഹാരം വേണം. അപ്പോ എന്താണ് ഇതിനൊരു പോംവഴി? ഈ സങ്കീർണമായ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം? ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ എന്ത് തന്ത്രമാണ് വേണ്ടത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ചതുർമുഖ സിദ്ധാന്തം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. എന്താണിത്? ഒരു 4 മുഖങ്ങളുള്ള തന്ത്രമാണ്. ഒരു വശത്ത് വിദ്വേഷ രാഷ്ട്രീയത്തെയും വിഭജനത്തെയും ശക്തമായി പ്രതിരോധിക്കുക, മറുവശത്ത് ജനങ്ങൾക്ക് സമാധാനവും സ്ഥിരതയും ഉറപ്പു നൽകുക, ഒപ്പം നാടിന്റെ ഭാവിക്കായി പുതിയ വികസന ആശയങ്ങൾ കൊണ്ടുവരിക. എല്ലാത്തിനും മുകളിൽ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഒരു കവചമായി മാറുക. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതൽ. ഈ തന്ത്രത്തിലെ ഓരോ മുഖത്തിനും വ്യക്തമായ റോളുണ്ട്. ശിവൻ എന്നത് വിഭജന രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധമാണ്. വിഷ്ണു എന്നത് സമാധാനവും മതേതരത്വവും ഉറപ്പു നൽകുന്ന സ്ഥിരതയുടെ മുഖമാണ്. ബ്രഹ്മാവ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, പുതിയ ആശയങ്ങൾ നൽകുന്ന സൃഷ്ടിയുടെ മുഖമാണ്. ദുർഗ ആകട്ടെ കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുന്ന അമ്മയുടെ മുഖമാണ്. ഈ 4 സമീപനങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സാധ്യമാകുന്നത്. സിദ്ധാന്തം മാത്രം പോരല്ലോ, ഇതെങ്ങനെ പ്രാവർത്തികമാക്കും, താഴെത്തട്ടിൽ ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നതിലേക്കാണ് നമ്മളിനി നോക്കുന്നത്. ഓരോ വിഭാഗം ആളുകളോടും സംസാരിക്കേണ്ടത് അവരുടെ ഭാഷയിലാണ്. അവരുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം വേണ്ടത്. യുവജനങ്ങൾക്കായി തൊഴിൽമേളകൾ നടത്തുക, സ്ത്രീകൾക്കായി കുടുംബശ്രീ യൂണിറ്റുകൾ വഴി പുതിയ പദ്ധതികൾ കൊണ്ടുവരിക, കർഷകർക്ക് റബ്ബർ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പു നൽകുക, പ്രവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു വേദി ഉണ്ടാക്കുക. ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കണം. വെറും വാക്കുകൾ കൊണ്ടിനി കാര്യമില്ല. ജനങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉടൻ ചെയ്യണം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആ കുടിവെള്ള പദ്ധതിക്ക് വീണ്ടും ജീവൻ നൽകുക, പ്രധാനപ്പെട്ട ചില റോഡുകളുടെ പണി തുടങ്ങാൻ ഫണ്ട് അനുവദിക്കുക, ആശുപത്രിയിൽ ആളുകൾ കാത്തിരിക്കുന്ന ആ ടെക്നീഷ്യനെ നിയമിക്കുക. 100 പ്രസംഗങ്ങളെക്കാൾ വിലയുണ്ടാകും ഇത്തരമൊരു പ്രവൃത്തിക്ക്. അതുകൊണ്ട് ഡാറ്റ നമ്മളോട് വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. നിലവിലെ ജനപ്രതിനിധിയേക്കാൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പുതിയ മുഖം വരുന്നത് ഗുണം ചെയ്യും. വിഭജിക്കുന്ന ഒരാളെയല്ല, യോജിപ്പിക്കുന്ന ഒരാളെയാണ് പൂഞ്ഞാറിനെപ്പോൾ ആവശ്യം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. വിശ്വാസം എന്നത് സമ്മതത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റാ സംരക്ഷണ നിയമം പറയുന്നതും അതുതന്നെയാണ്. ജനങ്ങളുമായി സംസാരിക്കുമ്പോഴും അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് ഒരു നിയമപരമായ ആവശ്യം മാത്രമല്ല, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മുടെ ഈ വിശകലനം അവസാനിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. തിരഞ്ഞെടുപ്പുകൾക്കും രാഷ്ട്രീയത്തിനുമപ്പുറം എന്താണ് ഒരു നേതാവിന്റെ യഥാർത്ഥ ലക്ഷ്യം? നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്താണ് യഥാർത്ഥ വിജയം? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് മാത്രമാണോ? അല്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിയുമ്പോഴാണ്, അവരുടെ ജീവിതത്തിലൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ്, ഭരണത്തിലുള്ള അവരുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നേതാവ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.